റസൂൽ ഹലീമാബിയുടെ വീട്ടിലായിരുന്ന സമയത്ത് റസൂലിനൊരു കുഞ്ഞ് ഇത്താത്ത ഉണ്ടായിരുന്നു. ഹലീമാബിയുടെ മകളായിട്ടുള്ള ഷൈമ. റസൂലിന് കഥകൾ പറഞ്ഞു കൊടുത്തും പാട്ടുകൾ പാടിക്കൊടുത്തും ആട്ടിൻപറ്റത്തോടൊപ്പം കളിച്ച് നടക്കാനൊക്കെ ഷൈമയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. രാത്രിയാകുമ്പോൾ കുഞ്ഞു മുഹമ്മദിൻ്റെ കണ്ണുകൾ അടയാൻ വേണ്ടി ഷൈമയുടെ താരാട്ടുപാട്ട് വരുമായിരുന്നു. രക്ഷിതാവേ, നീ എൻ്റെ മുഹമ്മദിനെ വലിയ നേതാവാക്കണേ, ആരോഗ്യമുള്ളവനാക്കണേ എന്നൊക്കെയായിരുന്നു ആ താരാട്ടുപാട്ടിലുണ്ടായിരുന്നത്. അങ്ങനെ ഒരു യതീമായ മുഹമ്മദിന് കുഞ്ഞിളം സ്നേഹത്തിൻ്റെ തൂവൽ സ്പർശമായിരുന്നു ഷൈമ. കാലങ്ങൾ കഴിഞ്ഞ് ഹലീമാവിടെ വീട്ടിൽ നിന്ന് തിരിച്ച് മക്കയിലേക്ക് വന്നതിന് ശേഷം റസൂലിന് ഷൈമയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നുബുവത്തിനും ഹിജറക്കും മക്കം ഫത്തിനൊക്കെ ശേഷമായിരുന്നു ഹവാസിൻ യുദ്ധം നടക്കുന്നത്. അപ്പോഴേക്കും റസൂല് മക്കയുടെ ഭരണാധികാരിയായിരുന്നു. യുദ്ധത്തിൽ പിടിക്കപ്പെട്ട തടവുപുള്ളികളെ റസൂലിൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഷൈമ ഉണ്ടായിരുന്നു. റസൂലിനെ കണ്ടപ്പോൾ ഷൈമ പറഞ്ഞു, ഞാൻ അങ്ങയുടെ സഹോദരിയാണ്, എന്നെ മോചിപ്പിക്കണമെന്ന്. ചുറ്റുമുള്ളവരൊക്കെ അത്ഭുതപ്പെട്ടു. റസൂലിൻ്റെ സഹോദരിയോ, അതാരാണ് എന്നായിരുന്നു. ആ സമയത്ത് പണ്ട് കുഞ്ഞുനാളിൽ കളിക്കുന്ന സമയത്ത് റസൂല് കടിച്ചതിൻ്റെ ഒരു പാട് ഷൈമയുടെ പുറത്തുണ്ടായിരുന്നു. അത് റസൂലിനെ കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ റസൂല് വിതുമ്പി കരയാൻ തുടങ്ങി. തൻ്റെ സഹോദരിയെ കണ്ട സന്തോഷത്തിൽ അവരെ രാജകീയമായി സ്വീകരിച്ചു. ആ സമയത്ത് ഷൈമ റളിയല്ലാഹു അൻഹ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്.